ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലത്തെ പരിപാടികൾ അടിക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അടുത്ത പരിപാടി നമ്മുടെ ഉപ്പേരി. ഇന്ന് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ടാണ്. അപ്പോൾ മക്കളും കഴിക്കും കേട്ടോ. അപ്പം എന്നാൽ അതിനുള്ള പരിപാടിയിലാണ്. ആൾക്കാരെ എണീക്കണേ ഉള്ളൂ. അപ്പോഴേക്ക് നമ്മുടെ പരിപാടികളൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള ധൃതിയാണിപ്പോൾ. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയത്തേക്ക് അതിൻ്റെ ഹാങ് ഓവർ വിടാൻ തന്നെ നമ്മൾ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കണം. അപ്പോൾ അപ്പോഴേക്കും പരിപാടികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവരെ പിന്നാലെ നടക്കാമല്ലോ. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ മക്കൾക്കുള്ള മുട്ട പുഴുങ്ങാണ്ട്, അതുപോലെ കോറ അരച്ച് വെച്ച് കഴിഞ്ഞാൽ എണീക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോഴേക്കും രണ്ടാൾ എണീറ്റു. എന്തെങ്കിലും ഒരു പണി എടുത്ത് മുഴുമിപ്പിക്കാൻ അയക്കില്ല കേട്ടോ. രാവിലെ എണീറ്റിട്ട് ഞാൻ പറഞ്ഞ ഹാങ് ഓവറൊന്നും ഉണ്ടായില്ല, നല്ല കളിയായിരുന്നു. പുറത്തിറങ്ങിയാൽ പിന്നെ കയറി കിട്ടാനാട്ടോ രാവിലെയൊക്കെ പണി. അപ്പം എന്തായാലും അവർക്ക് രാവിലെ കോറ ഇപ്പോൾ പാലൊഴിച്ചിട്ടാണ് കേട്ടോ ആക്കണത്. ആദ്യം പാലൊഴിച്ചിരുന്നില്ല, വെറും വെള്ളത്തിലാണ് നെയ്യ് ഒഴിച്ചിട്ടാക്കിയിരുന്നത്. ഇപ്പോൾ പാലൊഴിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. അപ്പോഴേക്കും നമ്മുടെ കാശിക്കുട്ടനും എണീറ്റായിരുന്നു. അപ്പോൾ ഉണ്ടാക്കാനൊക്കെ നല്ല എളുപ്പമാണ്, പക്ഷെ കൊടുക്കാനാണ് പണി. ആൾക്കാർക്ക് ഭയങ്കര മടിയാണ് കഴിക്കാനായിട്ട്. ആദ്യത്തെ പോലെയല്ല. ആദ്യം ഞാൻ വിചാരിച്ചു അപ്പോഴാണ് ബുദ്ധിമുട്ട്, കുറച്ചായി കഴിഞ്ഞാൽ റെഡിയാകുന്നു. പക്ഷെ അങ്ങനെയല്ല, എൻ്റെ എല്ലാ ചിന്താഗതികളും തെറ്റിപ്പോയി. ഇപ്പോൾ ഒട്ടും കഴിക്കണില്ല, എങ്ങനെ കൊടുത്താലും കഴിക്കില്ല കേട്ടോ. പിന്നെ ഒരുപാട് സമയം നമുക്ക് ഇരുന്ന് കൊടുക്കാനൊന്നും വയ്യ. എന്ന് വെച്ചാൽ കഴുത്തൊക്കെ നമ്മുടെ ഒരു പരിവാകും. അപ്പോൾ ഇത്ര ദിവസം ചേച്ചിയും ഇവരൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും കൂടിയായിരുന്നു അവർക്ക് ഫുഡ് കൊടുക്കണതൊക്കെ. അപ്പോൾ കുറച്ചൊരു സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ അവർക്ക് കുറുമ്പും ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവരും പോയതോടെ അവർക്ക് കുറുമ്പും കൂടി ഫുഡും വേണ്ട, അതാണ് അവസ്ഥ. അപ്പോൾ ഏട്ടൻ പോകാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. ഏട്ടൻ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് രാവിലത്തെ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ മക്കളെ കൂടെ കുറച്ച് സമയം ഇരുന്നിട്ട് പോകാമെന്നുള്ള ഇരുത്താണ് തോന്നുന്നുണ്ട്. രാവിലത്തെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ കുറച്ച് നേരം വൈകി അവർക്ക് പോകാൻ നല്ല തിരക്കായിരിക്കും. പക്ഷെ ഇന്നിപ്പോൾ എല്ലാം റെഡിയായി ഫുഡ് കഴിക്കലും കഴിഞ്ഞപ്പോൾ സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ മക്കളുടെ കൂടെ. അതിൻ്റെ ഇടയിൽ മക്കൾ കണ്ടില്ലേ, നമ്മൾ കുറുക്കിയതും വരട്ടിയതൊന്നും അവർക്ക് ആവശ്യമില്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് അവരെന്ത് വേണമെങ്കിലും കഴിക്കും കേട്ടോ. ഇപ്പോൾ ഏട്ടൻ പോവുകയാണെന്ന് മനസ്സിലായപ്പോൾ മൂന്നാളും പതിവ് പോലെ കയറിയിട്ടുണ്ട് മീത്ത്. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇറക്കുക എന്നുള്ളത് അറിയാണ്ടാട്ടോ നിൽക്കണത്. അപ്പോൾ ഇവർക്ക് സ്നേഹം വന്നാലും ഇവർ ഭയങ്കര ഉപദ്രവമാണ് കേട്ടോ. അവരെന്താ ചെയ്യാന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, അവർ തമ്മിൽ അങ്ങോട്ടും കൂടെയൊക്കെ എത്ര വേണമെങ്കിലും അടി കൂടും, എന്ത് വേണമെങ്കിലും കാണിക്കും കേട്ടോ. വലിയ ആൾക്കാർ നമ്മൾ സിനിമയിലൊക്കെ ഫൈറ്റൊക്കെ കാണിക്കും കേട്ടോ ആൾക്കാർ. പക്ഷേ എന്ന് വെച്ചാൽ അത് ചോദ്യം ചെയ്യാൻ നമ്മൾ പിടിച്ചു മാറ്റാനൊക്കെ പോയാൽ മൂന്നും കൂടി പിന്നെ നമ്മുടെ നേരേക്കാവട്ടെ. അതുകൊണ്ട് അവരെ കാര്യത്തിൽ ഇടപെടാൻ പറ്റാത്ത അവസ്ഥയാണ്. എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. അവർ നമ്മളൊന്നും പറയാൻ പാടില്ല. നല്ലതാണ് അവർ തമ്മിലൊരു ഒത്തൊരുമുള്ളത്. പക്ഷെ എന്താ വെച്ചാൽ വികൃതി കാട്ടുമ്പോൾ നമ്മൾ ചോദിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും അടുത്ത ആൾ വന്ന് നമ്മളെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ആകെ ഇവന്മാരെയും കൊണ്ട് പേടിയുള്ളൊരു കാര്യം ഇപ്പോൾ അതാണ്. വേറെയുള്ളതൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ എന്താ വെച്ചാൽ അടി കൂടുന്നതാണ് ഭയങ്കര പേടി. കാരണം കിട്ടിയത് വെച്ച് എറിയുക, കിട്ടിയതുകൊണ്ട് അടിക്കുക. അപ്പം അതൊക്കെ നമുക്കൊരു പേടിയാണ്. കണ്ണ് തെറ്റിയുണ്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ. എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോഴുള്ള അടിയൊന്നും കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല, ഇപ്പോഴുള്ള അടിയൊന്നും കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്നൊക്കെ. ഞാൻ അങ്ങനെ ഞാൻ പറയും പേടിയാവണം ഒരു കാര്യം ആലോചിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഇന്നതാക്കാൻ വേണ്ടി പറയും. ഒക്കെ കണ്ടറിയേണ്ട കാര്യമാണ് കേട്ടോ. ആരും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. കാരണം ആരുടെയും പ്രഡിക്ഷൻ ഇവരുടെ കാര്യത്തിൽ ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസം എന്തോ ഞാൻ അവരടി കൂടി ചോദിക്കാൻ പോയ മൂന്നും കൂടി എൻ്റെ മുടിയിലൊക്കെ പിടിച്ച് വലിച്ചിട്ട് ഇങ്ങനെ നിലത്തിട്ട് ഉരുട്ടിയിട്ട് അമ്മ വന്നിട്ടാണ് എന്നെ രക്ഷിച്ചത്. അപ്പോൾ അവരുടെ പെട്ടാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും ഏട്ടൻ നൈസായിട്ട് പുഴുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങിയത് കൊടുക്കുകയാണ്. ഇവരുടെ കാര്യത്തിൽ ഒരു ദിവസം കൊടുത്താൽ 2 ദിവസം പിന്നെ കഴിക്കില്ല. ഇപ്പം ഇന്നലെ കൊടുത്തു. അപ്പോൾ ഇന്ന് അവർക്ക് ആവശ്യമില്ല, അത് പൊട്ടിച്ച് വലിച്ചെറിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് നമ്മുടെ കലാപരിപാടികളാണ്. ഇവരെ പാമ്പേഴ്സ് ഞാൻ സ്ഥിരമായിട്ട് ഇപ്പം രാത്രി ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരെ ഉറക്കമൊന്നും ശരിയാവാത്തതുകൊണ്ട് രാത്രി പകലൊന്നുമില്ല, പക്ഷേ രാത്രി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരുമിച്ച് ഞാൻ ഇപ്പോൾ 2 ദിവസം അവർ ചേച്ചികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ പണിക്ക് നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ 2 ദിവസത്തെയും കൂടി ആയപ്പോൾ ഒരുപാട് ഇങ്ങനെ കീറിയിട്ട് പാമ്പേഴ്സ് ഞാനിങ്ങനെ കീറിയിട്ട് ഇത് പ്ലാസ്റ്റിക് വേറെ ആക്കിയിട്ട് മറ്റേതിൽ ഉപ്പിട്ട് കളയാണ് കേട്ടോ. അപ്പോൾ ആ പരിപാടിയിലാണ്.
ഒരാളുടെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, 3 ആളുടെയും കൂടി ആകുമ്പോൾ നമുക്ക് 2-3 ദിവസത്തെ ആകുമ്പോൾ തന്നെ ഒരുപാടാണ്. നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ അതൊക്കെ ഉണ്ടല്ലോ, രാത്രി ഇട്ട് കൊടുക്കുന്നതല്ലാണ്ട് നമ്മൾ പുറത്ത് കൊണ്ടുപോവുകയാണെങ്കിലൊക്കെ, നടക്കാൻ പോവുകയാണെങ്കിലൊക്കെ അതുപോലെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതും ഉണ്ടാവും. ഇപ്പോൾ കുറവാണ്, പക്ഷെ അതിന് മുന്നേ ആയിരുന്നു പകൽ നമ്മൾ ഇട്ട് കൊടുത്തിരുന്നു. കാരണം ഇങ്ങനെ നമ്മൾ ഒരു കളീൻ്റെ ഇടയിലൊക്കെ മൂത്രം ഒഴിക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒരാൾ ഒഴിച്ച് കഴിഞ്ഞാൽ മറ്റാളാവും അതിൽ വഴിക്ക് വീഴുക. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ പകലും ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഒരുപാടായിരുന്നു കേട്ടോ, ഇതിനെക്കാട്ടിയും ഡബിൾ അന്നുണ്ടായിരുന്നു. അന്ന് അതുകൊണ്ട് കുറേ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇപ്പം അത്രയും കുറവാണ്. എന്തായാലും ആ പരിപാടി കഴിഞ്ഞപ്പോൾ ഞാൻ മക്കളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കുറച്ച് ലേറ്റാണ് എല്ലാത്തിനും. ഭയങ്കര ചൂട് കേട്ടോ, പകൽ രാവിലെയും രാത്രിയൊന്നുമില്ല, എപ്പോഴും ചൂടാണ്. അപ്പോൾ അമ്മ ഓരോരുത്തരെ കൊണ്ട് കുളിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ അവർക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കുക, അവരെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് തിരുമ്പാനുണ്ട്, കുളിക്കാനുണ്ട്, അങ്ങനത്തെ പരിപാടികളൊക്കെ. അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വഴുകിയാൽ പിന്നെ നമ്മുടെ കാര്യം അന്ന് വഴുകിയും കൊണ്ടാവും എല്ലാതും. പിന്നെ ഇപ്പോഴത്തെ ഈ വെയിലൊക്കെ കൊള്ളുക പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ കുറച്ച് നേരത്തെ കഴിയുകയാണെങ്കിൽ നമ്മുടെ പണികളും നേരത്തെ കഴിയും, ഇല്ലെങ്കിൽ ഇതുപോലെ ലേറ്റാവും ചെയ്യും. ഇനിയിപ്പോൾ 3 ആളുടെയും കുളി കഴിഞ്ഞ് വന്ന് അമ്മ അവിടെ ഇരിക്കണം, അപ്പോഴാണ് എനിക്ക് എന്തിനെങ്കിലും പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒരാൾ പോയി ഒരാൾ ഇരിക്കുക, ഒരാൾ ഇരുന്ന് ഒരാൾ പോവുക, ആ പരിപാടിയാണ് കേട്ടോ ഇവിടെ നടക്കുകയുള്ളൂ. അവരെ ആക്കിയും കൊണ്ട് ഞങ്ങൾ ഒരു പണിക്കും പോകാറില്ല. ഒന്നാമത് ഇപ്പോൾ ഈ തിട്ടിൻ്റെയൊക്കെ മുകളിലേക്ക് ഞാൻ ഇരിക്കുന്നിടത്തേക്ക് അവരൊറ്റയ്ക്ക് കയറാനായി. അതുപോലെ ഗേറ്റൊക്കെ ഒറ്റയ്ക്ക് തുറക്കാൻ പഠിച്ചു. അപ്പോൾ നമ്മളുണ്ടെങ്കിൽ അതിനൊന്നും അങ്ങനെ പോവില്ല, നമ്മളില്ലാത്തപ്പോഴാണ് അങ്ങനത്തെയൊക്കെ പരിപാടികളുള്ളത്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരു ദിവസം അങ്ങനെ കയറിയിട്ടാവും ദൈവട്ടി ചെറിയ ആൾ വീഴാനൊക്കെ പോയി. അതിന് ശേഷം നമ്മളങ്ങനെ ഒറ്റയ്ക്കാക്കണ പരിപാടിയേ ഇല്ല കേട്ടോ. അത് ഞങ്ങളുള്ള സമയത്താണ് അങ്ങനെ വീഴാൻ വേണ്ടി പോയത്. എന്തെങ്കിലും അടിയൊക്കെ കൂടുന്ന സമയത്ത് നമ്മൾ പിടിച്ച് മാറ്റാൻ പോകുമ്പോഴേക്കും ചിലപ്പോൾ അപ്പുറത്തെ ആൾ വേറെ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെയൊക്കെ കയ്യിലിരിപ്പുകളുണ്ട് ആൾക്കാരുടെ അടുത്ത്. പേടിയാണ്. അതുപോലെ നമ്മുടെ കിണറൊക്കെ പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ കിണറൊക്കെ പേടിയാണ്. അപ്പോൾ എല്ലാം അടയ്ക്കും എത്താനായിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ നമ്മുടെ കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെറുപയർ കഞ്ഞി പോലെ തന്നെ ഉണ്ടാക്കിയിട്ട് അതാണ് കേട്ടോ കൊടുക്കണത്. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ 2 ദിവസം അടുപ്പിച്ച് കൊടുത്താൽ പിന്നെ 3-ാമത്തെ ദിവസം അത് വേണ്ട. അപ്പോൾ എന്തായാലും കൊടുത്തു നോക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും കൊടുക്കണം. ദേവുട്ടിക്കാണ് ഒന്നും വേണ്ടാത്ത ചെറിയ ആൾ. അത് അവനെ കണ്ടാൽ തന്നെ അറിയാം കേട്ടോ. 3-ൽ ചെറുത് അവനാണോ എന്ന് എല്ലാവരും ഇങ്ങോട്ട് ചോദിക്കും, കാരണം ഒന്നും കഴിക്കില്ല. അതിനനുസരിച്ച് അവൻ്റെ കോലം അങ്ങനെ ആവുകയാണ്. അപ്പോൾ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഡ്രസ്സൊക്കെ ആകെ നാശാക്കിയപ്പോൾ ഒരു ഡ്രസ്സ് ചേഞ്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ഇപ്പോൾ ആൾക്കാർ നല്ല കളിയിലാണ് കേട്ടോ. വല്ലപ്പോഴൊക്കെയാണ് ഇങ്ങനെ 3 ആളും ഇരുന്നിട്ടുള്ള കളിയൊക്കെ കാണാൻ പറ്റുക. പിന്നെ എന്താ വെച്ചാൽ ഇങ്ങനത്തെ കളി കളിച്ചാൽ പ്രശ്നമാണ്. ഒരാളെ മേത്ത് കയറി ഇരുന്നിട്ടൊന്നും അതിൻ്റെ ഡ്യൂട്ടിക്കൊന്നും 2 ആളെ ഏറ്റി നടക്കാൻ പറ്റില്ല. പക്ഷെ അവങ്ങനെ മുട്ടുത്തി കൊടുക്കും, അപ്പോൾ മറ്റൊരു മേത്തിരിക്കും. അങ്ങനത്തെയൊക്കെ കളിയാണ് ആകെ പ്രശ്നം. ദേവുട്ടിനെ അമർന്നിരിക്കില്ല, പാവാ നടക്കാണ്. അടി ഓടിക്കോ. എന്തായാലും നല്ല കളിയിലാണ് ആൾക്കാർ. അപ്പം ഞാനിപ്പോൾ വീഡിയോ കൂടി എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നല്ല ഒന്നും കൂടിയൊക്കെ പോസ് ചെയ്തിട്ടോ. കാശൊക്കെ അങ്ങനെയാണ്, ഞാൻ ഫോൺ എടുത്തപ്പോൾ അങ്ങനെ കാണില്ലേ, ഫോട്ടോ എടുക്കുക അതുപോലെ വീഡിയോ എടുക്കുക കണ്ട് അങ്ങനെ നോക്കുന്നത് കാണാം. അപ്പോൾ ഒന്നും കൂടി നമുക്കൊന്ന് കുണിഞ്ഞ് തരും കേട്ടോ ആൾക്കാർ. കൂട്ടത്തിൽ പിത്തനതായി അമ്പാടി കേട്ടോ, എവിടെ വികൃതി ആട്ടാറുള്ളത് അതവൻ മുതലെടുക്കും. മറ്റൊരു 2 ആൾ ഇങ്ങനെ ഒത്തുപോകും. അവർ തമ്മിലൊരു കണക്ഷനാണ് ഈ കാശിയും ദേവുട്ടിയും. അതായത് 1-ാമത്തെ ആൾ 3-ാമത്തെ ആൾ. അമ്പാടി പിന്നെ ഏഷ്യണി ഉണ്ടാക്കുന്നതുകൊണ്ട് അമ്പാടീനെ വലിയ പിടുത്തല്ല കേട്ടോ 2 ആൾക്കും. അതിൻ്റെ ഇടയിൽ ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ മേത്ത് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നേരം മൂഡ് മാറിയ സമയമാണ്. ഇനി വാശിയും ദേഷ്യമൊക്കെ ആയിരിക്കും കുറച്ച് സമയം ഉണ്ടാവുക. കുറച്ച് സമയം കളിയാണെങ്കിൽ പിന്നെ കുറച്ച് സമയം ഇങ്ങനെ ആണ് കേട്ടോ. അതൊക്കെ അറിയാൻ തുടങ്ങിയ പിന്നെ എല്ലാവരും കൂടി ഉള്ള കരച്ചിലായിരിക്കും. അപ്പം അമ്മ തിരുമ്പാൻ വേണ്ടി പോയിട്ടാണ് ഇതിൻ്റെയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ. അപ്പോഴേക്കും ഓരോരുത്തർക്കും ഇങ്ങനെ കയറാൻ തുടങ്ങിയിരുന്നു ദേഷ്യമൊക്കെ. കുറേ നേരം കളിച്ച് ക്ഷീണിച്ചിട്ടുണ്ടല്ലേ, അതിൻ്റെ ദേഷ്യമാണ്. ഇനിയിപ്പോൾ എല്ലാവർക്കും എൻ്റെ മടിയിലിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
ചിലപ്പോൾ നമ്മളോടൊരു സ്നേഹമാണ്. അപ്പോൾ ചിലപ്പോൾ ഒരാൾ മടിയിലിരുന്ന് അടുത്ത ആൾക്ക് ഇരിക്കണം. എൻ്റെ മടിയിൽ 3 ആളും കൂടി ഇരുന്നാൽ ആകെ ടൈറ്റാവും. അപ്പോൾ പിന്നെ അപ്പോൾ അവർക്ക് ദേഷ്യമാവും. ഏട്ടൻ്റെ മടിയിൽ ഇരുത്തണ പോലെ നിൻ്റെ മടിയിൽ ഇരുത്താൻ വയ്യ. അപ്പം അതിനുള്ള ദേഷ്യമാണ് കേട്ടോ ഈ കാണിക്കണതൊക്കെ. അപ്പോൾ അതാണ്, കുറുമ്പ് പിടിച്ച് കഴിഞ്ഞാൽ ഒരാൾ എന്താണോ കാണിക്കുന്നത്, നമ്മൾ ഒരാൾക്ക് ഒരു ഉമ്മ കൊടുത്തു കഴിഞ്ഞാൽ മറ്റവർക്ക് അതിന് കുശുമ്പ് വരിക, അങ്ങനത്തെയൊക്കെ പണിയാണ്. അപ്പം എന്തായാലും മക്കൾ നല്ല ഉറക്കമായി. എന്തായാലും കുറച്ച് സമയം കിടക്കട്ടെ. ഇപ്പോൾ ഒരു 4 മണി വരെയൊക്കെ ആൾക്കാർ ഉറങ്ങും. തരക്കേടില്ല. അപ്പം ചൂടുകൊണ്ട് ഉള്ളൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നാലും കുറച്ച് സമയമൊക്കെ ഉറങ്ങും കേട്ടോ. അപ്പോൾ ഉറങ്ങി എണീച്ചിട്ട് ഇനി അടുത്ത പരിപാടി ഉണ്ട്, നടക്കാൻ പോവൽ. അപ്പോൾ ഇന്നലെ നടക്കാൻ പോയതിൻ്റെ കേട്ടോ നെറ്റിയിൽ തീട്ടിക്ക് നല്ല ഒരു ചെറിയ മുറിയാണ് ആയത്. പക്ഷെ എന്താ വെച്ചാൽ കുറേ ബ്ലഡ് വന്നു. അപ്പോൾ പിന്നെ എനിക്ക് കൊണ്ടുപോകേണ്ട പൂതിയൊക്കെ ആകെ മാറിയിരുന്നു. 3 ആളെയും കൂടിയും കൊണ്ടുപോവുകയും ചെയ്തു. ഇവിടുന്ന് വീട്ടിൽ നിന്ന് കുറച്ചപ്പുറത്തേക്ക് എത്തി. അപ്പോഴാണ് വീണത്. എൻ്റെ അടുത്തേക്ക് ഓടി വന്നതായിരുന്നു. അപ്പോൾ വീണു. അതിന് ബ്ലഡ് വന്നിട്ട് ഞാൻ വിരലുകൊണ്ട് അമർത്തി പിടിച്ചിട്ട് വീട്ടിലേക്ക് വരാൻ നോക്കണു. ഈ മറ്റൊരു 2 ആളും വരുന്നില്ല. അവർ നല്ല കരച്ചിൽ നടക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ബുദ്ധിമുട്ട് സത്യം പറഞ്ഞാൽ. വീട്ടിലേക്ക് എത്തും വേണം, എന്നാലും അവനെന്തെങ്കിലും മരുന്ന് തേച്ച് കൊടുക്കുക. അതിന് ഇവന്മാർ വരുന്നുമില്ല. അങ്ങനെ അങ്ങോട്ട് ഇടങ്ങാറായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ചെറിയൊരു ഫൈറ്റ് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. എന്തെങ്കിലും സാധനങ്ങൾക്കൊക്കെ നമ്മളധികം അടി കൂടാറുള്ളത്. ഒരാളെ കയ്യിൽ കണ്ടാൽ അത് അടുത്ത ആൾക്ക് വേണം. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് അടി. അപ്പോൾ ഞങ്ങൾ നടക്കാൻ പോയതാണ്. അപ്പോൾ എല്ലാം എടുത്ത് കൊടുത്തത് കൊതുകിനെ ആട്ടി വിടാനാട്ടോ. അപ്പോൾ നല്ല കൊതുകായിരുന്നു. അപ്പോൾ ഈ സമയത്ത് വീട്ടിലിരുന്നാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് പുറത്തു കൂടെ അങ്ങനെ നടക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്ത് കുറച്ച് സ്ഥലം നിരത്തിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സ്ഥലത്തേക്ക് അങ്ങനെ കൊണ്ടുപോയതാണ്. എന്തായാലും അവർ കളിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ബൈ.